ഹരി ഓം. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം 5-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഷഷ്ഠസ്കന്ധേ പഞ്ചമോധ്യായഃ. ശ്രീശുക ഉവാച. തസ്യാം സാ പാഞ്ചജന്യം വൈ വിഷ്ണുമായോപബൃംഹിതഃ ഹര്യശ്വ സജ്ഞാനയുതം പുത്രാൻ അജനയത് വിഭുഃ. തസ്യാം സ പാഞ്ചജന്യം വൈ വിഷ്ണുമായോപബൃംഹിതഃ ഹര്യശ്വ സജ്ഞാനയുതം പുത്രാൻ അജനയത് വിഭു. പുത്രാൻ അജനയത് ജനിപ്പിച്ചു. അതുപോലെ എന്താ, വിഷ്ണുമായ മുഴുവൻ വ്യാപിക്കപ്പെട്ട അവൻ പാഞ്ചജന്യം തസ്യം പാഞ്ചജനപുത്രിയായ അവളിൽ ഹര്യശ്വന്മാരെന്ന പേരോടുകൂടിയ പ്രജേതസ്സുകൾ എന്ന് പറഞ്ഞാൽ ഹര്യശ്വന്മാരെന്ന് ഒന്നിച്ചാണ് പറയുന്നത്. പേരോടുകൂടിയ ആയുധം 10,000 പുത്രന്മാരെ അജനയെ ജനിപ്പിച്ചു. ഈ 5-ാം അധ്യായത്തിൽ പറയുന്നത് സ്വന്തം പുത്രന്മാർക്ക് മോശമായ ഉപദേശം ചെയ്തുവെന്ന വിചാരത്താൽ നാരദമുനിയെ ദക്ഷപ്രജാപതി ശപിച്ചു. അതായത് നാരദമുനിയാണ് ഇവരോടൊക്കെ പറഞ്ഞത്, നിങ്ങളൊക്കെ സന്യസിച്ച് പോയിക്കോളാൻ. അപ്പോൾ അതുകൊണ്ട് ആ നാരദമുനിയെ ശപിച്ചു. ദക്ഷപ്രജാപതി. ആ കാര്യമാണ് ഈ 5-ാം അധ്യായത്തിൽ പറയുന്ന പ്രധാന വിഷയം. അതായത് വിഷ്ണു മായയുടെ ആവേശം കൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വളരെ അത്യാസക്തനും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സൃഷ്ടികാര്യത്തിൽ വളരെയധികം സമർത്ഥനും ഒക്കെ ആയിരുന്ന ആ ദക്ഷൻ പഞ്ചജന പ്രജാപതിയുടെ പുത്രിയായ അസിഗ്നിയെ വിവാഹം ചെയ്യുന്നു പറഞ്ഞല്ലോ. ദക്ഷൻ അസിഗ്നിയിൽ ഹര്യശ്വന്മാരെന്ന് പ്രസിദ്ധരായ 10,000 പുത്രന്മാരെ ജനിപ്പിച്ചു. അവളുടെ പേര് ഓർത്തിരിക്കുക, അത് മാത്രം മതി. ഹര്യശ്വന്മാർ. പിന്നെ ഇനി ശബളാശ്വന്മാരെന്ന് പറയും. അപ്പോൾ ഇവരെയൊക്കെ നാരദമുനി എന്ത് ചെയ്തു? പ്രജ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത്. ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായിട്ട് കുറച്ച് പ്രജാപതിമാരെയും സനകാദി മുനീശ്വരന്മാർ ഇവരൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ അവരിൽ നിന്ന് വർധന ഉണ്ടാകേണ്ടതിരുന്ന ഈ പ്രജകൾ വർദ്ധിക്കാതെ ഇരുന്നത് ഈ നാരദർ ഇവരെയൊക്കെ വഴി തെറ്റിച്ച് വിട്ടത് കൊണ്ടാണെന്നാണ്. വഴി തെറ്റിച്ച് വിട്ടുകയല്ല നാരദർ ചെയ്ത് തപസ്സനുഷ്ഠിക്കാൻ പറഞ്ഞു വിടുകയായിരുന്നു. അപ്പോൾ അവരൊക്കെ സന്യസിച്ച് പോയി. ഒരു ലൗകിക ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതിൻ്റെ പേരിൽ നാരദരും ദക്ഷനും തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതും ദക്ഷൻ നാരദരെ ശപിക്കുന്നതുമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പം പേരുകൾ പ്രധാനമാണ്. കാരണം ദക്ഷന് അസിഗ്നിയിൽ 10,000 പുത്രന്മാർ, അവരുടെ പേരാണ് ഹര്യശ്വന്മാർ. ഇത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപൃഥഗ്ധർമ്മശീലാസ്തേ സർവേ ദാക്ഷായണ നൃപ പിത്ര പ്രോക്ത പ്രജാസർഗേ പ്രതീചീം പ്രയയുർദിശം ഒക്കെ വായിക്കുന്നത് നന്നായിട്ട് വായിച്ചാൽ മതി. വലിയ പ്രശ്നങ്ങളൊന്നും, വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കാനുള്ള ഭാഗങ്ങളൊന്നും അല്ല. അപൃഥഗ് ധർമ്മശീലാസ്തേ അപൃഥഗ് ധർമ്മശീലാസ്തേ സർവേ ദാക്ഷായണ നൃപ പിത്ര പ്രോക്ത പ്രജാസർഗേ പ്രതീചീം പ്രയയുർദിശം. അപൃഥഗ് ധർമ്മശീല, എല്ലാം ഒരേ തരം സ്വഭാവമുള്ളവരും ദക്ഷപുത്രന്മാരുമായ അവരെല്ലാവരും പ്രജാസർഗത്തിൽ പിതാവിനാൽ പറയപ്പെട്ടവരായിട്ട് പടിഞ്ഞാറേ ദിക്കിനെ നോക്കി പ്രയാണം ചെയ്തു. പ്രയാണം ചെയ്തു നടന്നു പോയി. ഓരോ ആചാരത്തിൽ തൽപരരായിരുന്നു ഈ ദക്ഷപുത്രന്മാരായ ഈ ഹര്യശ്വന്മാർ. അവർ പ്രജാഭിവൃദ്ധി വരുത്തണമെന്നുള്ള പിതാവിൻ്റെ ആജ്ഞയെ അത് പാലിക്കണമെങ്കിൽ മതിയായ ഈശ്വരാനുഗ്രഹം വേണം. അത് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവർ തപസ്സിനായിട്ട് പടിഞ്ഞാറേ ദിക്കിലേക്ക് പോയി എന്നേ പറഞ്ഞിട്ടുള്ളൂ. തത്ര നാരായണ സരഹ, അവിടെ സരഹ എന്നാക്കുക. പിന്നെ സ് എന്നുള്ളത് വെട്ടിക്കളഞ്ഞിട്ട് തീർത്ഥം സിന്ധു സമുദ്രയോഹോ സംഗമോ യത്ര സുമഹൻ മുനി സിദ്ധ നിഷേവിതം. അവിടെ തിരിപ്പിരിക്കേണ്ടത് അവിടെയാണ്. സംഗമോ യത്ര സുമഹൻ മുനി സിദ്ധ നിഷേവിതം. തത്ര നാരായണ സരഹ എന്ന് വാക്കണം. എന്നാൽ സ വെട്ടിക്കളയുക, അവിടെ നിർത്താം നമുക്കപ്പോൾ. തത്ര നാരായണ സരസ് എന്ന തീർത്ഥമുണ്ട്. അവിടെ തീർത്ഥം സിന്ധു സമുദ്രയോ, സിന്ധു സമുദ്രത്തിൻ്റെ, സിന്ധു നദിയുടെയും സമുദ്രത്തിൻ്റെയും ഒക്കെ സംഗമ ചേർച്ച ഉള്ള ആ സ്ഥലത്ത് മുനിസിദ്ധ നിഷേവിതം, മുനിമാരാലും സിദ്ധന്മാരാലും ഒക്കെ സേവിക്കപ്പെടുന്ന ആ
നാരായണ സരസ് എന്ന തീർത്ഥം. അവിടെ പോയി തപസ് ചെയ്യാൻ പോയി. തദുപസ്പർശനാദേവ വിനിർധൂതമലാശയ ധർമ്മേ പാരമഹംസ്യേച. അവിടെ നിർത്തണം. പ്രോത്പന്ന മതയോപ്യുത തദുപസ്പർശനാദേവ. അതിൻ്റെ ഉപസ്പർശനം കൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ വിനിർധൂതമലാശയ, പ്രത്യേകം നശിച്ചിരിക്കുന്നതായ മലം, മലിനമായ എന്നുള്ള അർത്ഥം. മലം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താ? അഴുക്ക്. മലത്തോടു കൂടിയ അന്ധകരണത്തോടു കൂടിയവരും പാരമഹംസ്യേ, പരമഹംസന്മാർക്ക് ചേരുന്ന തരത്തിലുള്ള ധർമ്മത്തിൽ പ്രോത്പന്നമതയ പ്രകർഷേണ പ്രോത്പന്നമതയ ഉത്പന്നമായ ഉദ്ഭവിച്ചതായ മതി ബുദ്ധി എന്നുള്ളവിടെയാണ് മത എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. മതയഹ പ്രകർഷേണ ഉദ്ഭവിച്ച ബുദ്ധിയോടുകൂടിയ അവരുമായി ആ തീർത്ഥത്തിൽ സ്നാനപാനാദികൾ ചെയ്തതിൻ്റെ പ്രഭാവം കൊണ്ട് തന്നെ അവരുടെ അന്ധകരണത്തിലുണ്ടായിരുന്ന കാമാതി രാഗാദി ദോഷങ്ങളെല്ലാം മാറി പരമഹംസന്മാരുടെ ധർമ്മത്തിൽ അവരുടെ മനസ്സ് താല്പര്യം ഉണ്ടാകുകയും ചെയ്തു ഈ ഹരീശ്വന്മാർക്ക്. അതൊന്നുകൂടെ പറയാമേ. തദുപസ്പർശനാത് ഏവയാണ് കേട്ടോ. വിനിർധൂത മലാശയ, അമലാശയ അല്ല, മലിനം എന്നുള്ള അർത്ഥം അവിടെ. ധർമ്മേ പാരമഹംസ്യേജ പുരോത്പന്ന അപ്യുത എന്നാണ് വാക്ക്. ഒന്നിച്ച് വായിച്ചാൽ മതി, അപ്യുത എന്ന് വായിക്കണമെന്നൊന്നുമില്ല. തേപിരേ തപയേവോഗ്രം പിത്രാദേശേന യന്ത്രിതാഹ പ്രജാവിവർദ്ധയെ യത്താൻ ദേവർഷിസ്താൻ ദദർശഃ. തേപിരേ തപയേവോഗ്രം അവിടെ നിർത്തണം. പിത്രാദേശേന യന്ത്രിതാഹ പ്രജാവിവർദ്ധയെ യത്താൻ ദേവർഷിസ്താൻ ദദർശഃ. പിത്രാദേശേന, ആദേശം കൊണ്ട് പിതാവിനാൽ പറയപ്പെട്ടതുകൊണ്ട്, പിതാവ് പറഞ്ഞതിനനുസരിച്ച് ബന്ധിക്കപ്പെട്ടവരായിട്ട് ഉഗ്രമായി തന്നെ തപസ് ചെയ്തു. തേപിരേ തപിച്ചു, തപസ് ചെയ്തു. പ്രജാവിവർദ്ധയെ, പ്രജകളുടെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് യത്താൻ യത്നിക്കുന്ന താൻ, യത്താൻ എന്നാണ്, യത്താൻ യത്നിക്കുന്ന താൻ അവരെ ദേവർഷി, ഇവിടെ ദേവർഷി നാരദൻ എടുത്തോണം. ദദർശ കണ്ടു. അല്ലോ ആശ്ചര്യമെന്ന് പറഞ്ഞു. ഇവരെ കണ്ടു, ഈ ഹരീശ്വന്മാരെ നാരദരുടെ കണ്ണു മുൻപിൽ എത്തിപ്പെട്ടു. അത്ര വിചാരിച്ചാൽ മതി. പിന്നെ എന്താണെന്നറിയാമല്ലോ, നാരദർ പറയുന്നത് ഈ മാർഗത്തിലൊന്നും പോകണ്ട, സന്യാസി മാർഗത്തിലോട്ട് പോയിക്കോളാൻ ഉപദേശിച്ചു എന്നാണ് കഥ. ഉവാച ചാഥ ഹര്യശ്വ കഥം സ്രക്ഷ്യഥ വൈ പ്രജാഹ അദൃഷ്ടുവാന്തം ഭുവോ യൂയം ബാലിശ ബത പാലകാഹ. അവിടെ ഒന്നും തിരുത്താനൊന്നുമില്ല കേട്ടോ. അധ ഉവാച, അവർ പറഞ്ഞു. ഉവാച ചാഥ അധ ഉവാച, അനന്തരം ഇതുപോലെ ഇപ്രകാരം പറഞ്ഞു. ഹര്യശ്വ അല്ലേ ഹരീശ്വന്മാരെ, ഭുവാന്തം ഈ ഭൂമിയുടെ ഈ അവസാനത്തെ അവധിയുടെ അദൃഷ്ടുവ കാണാതെ പ്രജകളെ എന്തിനായിട്ട് സൃഷ്ടിക്കുന്നു? ഭൂമി എവിടെയുണ്ടെന്നോ എത്രയുണ്ടെന്നോ ഒന്നും അറിയാതെ വെറുതെ പ്രജകളെ എന്തിനാണ് സൃഷ്ടിക്കുന്നത്? അത് അജ്ഞന്മാരായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബാലിശമായിട്ട് ആണ് കാണുന്നത്. അതൊക്കെ ഒരു ബാലിശമാണ്, ഈ പ്രജാസൃഷ്ടി എന്നൊക്കെ പറയുന്ന ബാലിശമാണെന്ന്. തഥൈക പുരുഷം രാഷ്ട്രം ബിലം ചാദൃഷ്ട നിർഗമം ബഹുരൂപാം സ്ത്രിയം ചാപി പുമാംസം പുംശ്ചലീപതിം. തഥൈക പുരുഷം രാഷ്ട്രം നിർത്തുക. ബിലം ചാദൃഷ്ട നിർഗമം, ചാദൃഷ്ട കഴിഞ്ഞ് കോമായിട്ട് വെച്ച് നിർഗമം. ബഹുരൂപാം സ്ത്രിയം ചാപി പുമാംസം പുംശ്ചലീപതിം. നദീമുഭയതോവാഹാം പഞ്ചാത്ഭുതം ഗൃഹം ക്വചിത് ഹംസം ചിത്രകഥം ക്ഷൗരപവ്യം സ്വയം ഭ്രമിം കഥം സ്വപിതുരാദേശം. പിന്നെ മാ വെട്ടിയിട്ട് അവിദ്വാംസോ വിപശ്ചിത അനുരൂപം അവിജ്ഞായ അഹോ സർഗം കരിഷ്യഥ. 3 ശ്ലോകം കൂടെ ഒന്നിച്ചങ്ങ് പറഞ്ഞിരിക്കാം. ഏകപുരുഷനായിരിക്കുന്ന ഈ രാഷ്ട്രത്തെയും അതുപോലെ തന്നെ അദൃഷ്ട നിർഗമം കാണപ്പെടാത്ത ആ രീതി ഉള്ളയാളും പിന്നെ ഗുഹയെയും ബഹുക്കളായ രൂപങ്ങളോടും കൂടിയ സ്ത്രീയം ചാപി സ്ത്രീയെയും അതുപോലെ ഇഷ്ടത്തിന് തോന്നിയഭാസം നടക്കുന്ന സ്ത്രീയുടെ ഭർത്താവായ പുരുഷനെയും ഉഭയതോവാഹം 2 ദിക്കിലേക്കും ഒരേ സമയത്തിൽ ഒഴുകുന്ന നദി, ആ നദിയെയും പഞ്ചാത്ഭുതം ഗൃഹം
25 തത്വങ്ങളോടുകൂടിയ ആശ്ചര്യമായ ഗൃഹത്തെയും ചിത്രകഥം വിചിത്രമായ കഥയോടുകൂടിയ ഈ ഹംസത്തെയും ക്ഷൗരഭവ്യം തീക്ഷ്ണങ്ങളായ വജ്രങ്ങൾ കൊണ്ടുണ്ടാക്കിയതും സ്വയം ഭ്രമ്യം ചുറ്റിത്തിരിയുന്നതുമായ വേറെ ആരുടെയും പ്രേരണയില്ലാതെ ചുറ്റിത്തിരിയുന്നതുമായ ആ വിശേഷ സാധനത്തെയും അതുപോലെ വിപസ്ഥിത വിജ്ഞാനിയായ നിങ്ങളുടെ പിതാവിൻ്റെ സ്വപിതു നിങ്ങളുടെ പിതാവിൻ്റെ അനുരൂപം ആദേശം നിങ്ങൾക്ക് അനുസരിക്കുന്ന കൽപ്പന പിന്നെ ദക്ഷപ്രജാപതി പറഞ്ഞ ആ തീരുമാനമുണ്ടല്ലോ അതറിയാതെ നിങ്ങൾ സർഗത്തെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ആശ്ചര്യമാണ്. നിങ്ങൾ ആ അച്ഛൻ പറഞ്ഞ അതുപോലെ അനുസരിക്കാൻ തുടങ്ങുന്നു. അത് ആശ്ചര്യമാണ്. കാരണം ഇതൊക്കെ തെറ്റാണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത് പുരുഷനായിരിക്കുന്ന രാജ്യത്തേക്ക് പുറത്തു വരുവാനുള്ള മാർഗം അറിയപ്പെടാതിരിക്കുന്ന ഗുഹയെയും പിന്നെ അതുപോലെ അനേകം രൂപം ധരിച്ചിരിക്കുന്ന സ്ത്രീയെയും അതുപോലെ ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന സ്ത്രീയുടെ ഭർത്താവ്, അതായത് മോഹൻ സ്ത്രീയുടെ ഭർത്താവായിരിക്കും. അയാൾ ഒരു പരിഹാസ്യ കഥാപാത്രമാകുമല്ലോ എപ്പോഴും. ആ പുരുഷനെയും വിരുദ്ധ 2 ദിക്കുകളിലേക്ക് ഒഴുകുന്ന നദി, അത് 25 തത്വങ്ങൾ കൊണ്ട് വസിക്കാനായിട്ടുള്ള ആ ഗൃഹത്തെയും വസിക്കുന്നതായ ഗൃഹത്തെയും വിചിത്ര ചരിത്രത്തോടു കൂടിയ ഈ ഹംസത്തെയും അതുപോലെ വജ്രം കൊണ്ട് നിർമ്മിച്ചതെന്ന പോലെ വളരെ ദൃഢമായതും സ്വതന്ത്രവും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ആ വസ്തുവിനെയും എല്ലാം അറിഞ്ഞിരിക്കുന്ന പിതാവിൻ്റെ ആജ്ഞയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ സാരാംശത്തെയും വേണ്ടതുപോലെ അറിയാതെ, അതാണ് വേണ്ടതുപോലെ അറിയാതെ നിങ്ങൾ ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടത് മണ്ടത്തരമല്ലേ എന്ന് ചോദിക്കുക. അതായത് പ്രജാസൃഷ്ടിക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെ മണ്ടത്തരമല്ലേ, അതല്ല വേണ്ടതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. തന്നിശമ്യാധ ഹര്യശ്വ ഔത്പത്തിക മനീഷയ വാചക്കൂടം എന്ന് വായിക്കണേ. തു ദേവർഷേ വാചക്കൂടം തു ദേവർഷേഹേ, അവിടെ നിർത്തുക. സ്വയം വിമമൃശുർ ധിയാ, വിമമൃശുർ 2 മായുണ്ട്. വിമമൃശുർ ഋമമൃശുർ ധിയാ. ഹരീശ്വന്മാരെ നാരദരുടെ തത് വാചകൂടം ആ വാക്യത്തിൻ്റെ അർത്ഥത്തെ കേട്ടിട്ട് ഔത്പത്തിക മനീഷ ബുദ്ധി, ഉന്നതമായിരിക്കുന്ന ആ ബുദ്ധി കൊണ്ട് സഹജമായ വിചാരശക്തിയുള്ള ബുദ്ധി പ്രയോഗിച്ച് വിചാരം ചെയ്തു. വിചാരം ചെയ്തു. അവരതൊന്ന് ഒന്നുകൂടി ആലോചിച്ചു. ഇത്രയും ശ്രേഷ്ഠനായ നാരദമുനിയുടെ ആ വാക്കുകൾ അവരുടെ ചെവിയിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അവരത് ഒന്നുകൂടി വിചാരം ചെയ്തു. അച്ഛൻ പറഞ്ഞതാണോ നാരദർ പറഞ്ഞതാണോ ശരിയെന്ന്. ഭൂക്ഷേത്രം ജീവസജ്ഞം യത് എന്ന് വരെ വായിക്കണം. എന്നിട്ട് അനാദി നിജബന്ധനം നാക്കണം. യത് അനാദി എന്നാണ് ഇവിടെ ഒന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഭൂക്ഷേത്രം ജീവസജ്ഞം യത് വരെ വായിക്കണം. പിന്നെ അനാദി നിജബന്ധനം അദൃഷ്ട്വാ തസ്യ നിർവാണം കിം അസത് കർമ്മഭിർഭവേത്. ഓരോ പ്രാവശ്യവും ഇങ്ങനെ പറയുന്നുണ്ട്. കിം അസത് കർമ്മഭിർഭവേത്. നമ്മൾ വായിക്കുമ്പോൾ പിന്നെ സപ്താഹത്തിനൊക്കെ വായിക്കുമ്പോൾ ഈ വാക്കുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ മുഴങ്ങുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കും അത്. കർമ്മഭിർഭവേത്. ഓരോന്ന് ചോദിക്കുക, എന്ത് ഫലം എന്നാണ് ചോദിക്കുന്നത്. ഭൂക്ഷേത്രം ജീവസജ്ഞം യത് അനാദി നിജബന്ധനം അദൃഷ്ട്വാ തസ്യ നിർവാണം കിം അസത് കർമ്മഭിർഭവേത്. ഈ ഭൂമി, കൃഷിസ്ഥലം ഒക്കെ ആയിട്ടിരിക്കുന്ന ഈ സ്ഥലം യാതൊന്നോ അത് ആദിയില്ലാത്തതും നിജബന്ധനം തൻ്റെ ബന്ധനത്തിന് കാരണമായ ജീവൻ എന്ന സംജ്ഞയോടുകൂടിയ ദേഹമാണ്. തസ്യ അതിൻ്റെ നാശത്തെ, നാശത്തെ അദൃഷ്ടുവ കാണാതെ അസത് കർമ്മഭി അസത്തുക്കളായ കർമ്മങ്ങൾ കൊണ്ട് കിം ഭവേത് എന്ത് ഫലം. ഇതാണ് പറഞ്ഞത്. കിം സത്തല്ലാത്തതായ ഈ കർമ്മം കൊണ്ട് ഭവേത് എന്ത് ഫലം. കിം ഭവേത്, അതാണ് കിം അസത് കർമ്മഭിർ ഭവേത്. കിം ഭവേത് എന്ത് ഫലമാണ് അസത് കർമ്മം കൊണ്ട് ഉള്ളത്. അസത് കർമ്മം ഒന്ന് ഒന്നിച്ചെടുക്കണം. കിം ഭവേത് എന്ന് ഒന്നിച്ച് നോക്കണം. അപ്പോൾ മനസ്സിലാകും. കിം അസത് കർമ്മഭിർ, ഈ അസത്തായിട്ടുള്ള കർമ്മം കൊണ്ട് കിം ഫലം, എന്താണ് ഫലം. ഏവേശ്വര സ്തുല്യോ, അതൊന്നിച്ച് സ്തു വായിച്ചോ കേട്ടോ. ഏവേശ്വര സ്തുല്യോ ഭഗവാൻ സ്വാശ്രയ പരഹ തമദൃഷ്ട്വാ ഭവം പുംസ. തം അദൃഷ്ട്വ എന്ന് വായിച്ചോണേ. തം അദൃഷ്ട്വ ഭവം പുംസഹ കിം അസത് കർമ്മഭിർഭവേത്. അതായത് ഈ സർവത്തിനും കാരണഭൂതനും ജ്ഞാന സ്വരൂപനുമായിരിക്കുന്ന
തുര്യഹ നാലാമത്തേവനുമായിരിക്കുന്ന ആ ഈശ്വരൻ ഈശ്വരൻ തന്നെ ഏക ഒരുവന് പുംസ അഭവം ആ പുരുഷൻ്റെ മോക്ഷസ്ഥാനഭൂതനായ അവനെ കാണാതെ, അതായത് ആ ഭഗവാനെ കാണാതെ പിന്നെ ഈ അസത്തായിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് എന്താണ് ഫലം? നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കൂ. ആരെ? എല്ലാത്തിനും കാരണഭൂതനായിരിക്കുന്ന ആ മഹാപുരുഷനെ കാണാനായിട്ടുള്ള ശ്രമം നടത്തൂ. അതായത് മഹാവിഷ്ണുവിനെ ശ്രീഹരിയെ ദർശിക്കാനുള്ള പ്രയത്നം ചെയ്യൂ എന്നാണ് പറഞ്ഞു വരുന്നത്. പുമാൻ നൈവതി യദ്ഗത്വ ബിലസ്വർഗം ഗതോ യഥാ പ്രത്യഗ്ധാമാവിധ ഇഹ കിമസത് കർമ്മഭിർഭവേത്. പുമാൻ നൈവതി, പുമാൻ ന ഏവ ഇതി എന്നാണ്. പുമാൻ ന ഏവ ഏതി, പുമാൻ ന ഏവ ഏതിയാണ്. പുമാൻ നൈവൈതി യദ് ഗത്വ ബിലസ്വർഗം ഗതോ യഥാ പ്രത്യഗ്ധാമാവിധ ഇഹ അവിടം വരെ കിമസത് കർമ്മഭിർഭവേത്. അപ്പോൾ പാതാളത്തെ പ്രാപിച്ചവനെ പോലെ ഗതയഥ ബിലസ്വർഗം എന്ന് വെച്ചാൽ പാതാളം ലോകം, അവിടെ എത്തിപ്പെട്ടവനെ പോലെ യാതൊന്ന് പ്രാപിച്ചിട്ട് പുമാൻ പുരുഷൻ മടങ്ങി വരുന്നില്ലയോ, തിരിച്ചു വരുന്നില്ലയോ, ന ഏവ ഏതി മടങ്ങി വരുന്നില്ലയോ, പ്രത്യഗ്ധാമ ഭഗവാന്റെ ആ സ്ഥാനത്തെ അറിയാത്തവൻ അസത് കർമ്മഭി അസത്തുക്കളായ കർമ്മം കൊണ്ട് പിന്നെ എന്താണ് ഫലം? നാനാരൂപ ആത്മനോ ബുദ്ധി സ്വൈരിണീവ ഗുണാന്വിത തന്നിഷ്ഠാമാഗതസ്യേഹ കിമസത് കർമ്മഭിർഭവേത്. നാനാരൂപ ആത്മനോ ബുദ്ധി സ്വൈരിണീവ ഗുണാന്വിത തന്നിഷ്ഠാമാഗതസ്യേഹ. ത്വന്നല്ല തന്നിഷ്ഠ അതിൻ്റെ തീരുമാനത്തെ തന്നിഷ്ഠ അഗതസ്യ ഏഹ ആണ് കേട്ടോ. അഗതസ്യേഹ കിമസത് കർമ്മഭിർഭവേത്. ഗുണങ്ങൾക്ക് അധീനയുമായ അനേക രൂപങ്ങളോട് കൂടിയതും ഗുണങ്ങൾക്ക് അധീനയുമായ കണ്ടോ ഗുണാന്വിത എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീ ശബ്ദമായത്, അത് സ്ത്രീലിംഗമായത്. ഗുണാന്വിത ഗുണങ്ങൾക്ക് അധീനയുമായ, അതാണ് സ്ത്രീ ആണെന്ന് നമുക്ക് മനസ്സിലാകുന്ന അവിടെ. ആത്മാവിൻ്റെ ബുദ്ധി സ്വൈരിണീവ സ്വന്തം ഇഷ്ടപ്രകാരം സ്വൈരിണിയായിട്ട് തന്നിഷ്ടപ്രകാരം നടക്കുന്ന സ്ത്രീ എന്ന പോലെയാകുന്നു. തന്നിഷ്ടം അഗതസ്യ പ്രാപിക്കാത്തവന് എന്താണ് ഫലം? എന്താണ് പിന്നെ ഭവിക്കുന്നത്? രജസ്, അതായത് ബഹുരൂപാം സ്ത്രീയം എന്ന ആ പാദത്തിനകത്ത് വിവരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഈ 3 ത്രിഗുണങ്ങളുണ്ടല്ലോ നമ്മുടെ, ആ ഗുണങ്ങളുടെ സംബന്ധം കൊണ്ട് ശബ്ദസ്പർശ രൂപ രസ ഗന്ധ വിഷയങ്ങളിൽ നിരന്തരം പ്രവേശിക്കുന്ന ഈ ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയുടെ സ്വഭാവം എന്താ? വസ്ത്രാഭരണാദികൾ നിമിത്തം ഓരോ വേഷത്തെ ധരിച്ച് പുരുഷനെ അന്വേഷിച്ച് സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയെ പോലെയാണെന്ന്. ബഹുരൂപത്തോടു കൂടിയതാണ്. ഒരു സ്ത്രീയെ കണ്ട ഒരു ദിവസത്തെ പോലെ തന്നെയാണോ പിറ്റേ ദിവസവും? അല്ല, വേറൊരു രീതിയിലായിരിക്കും, വേറെ നിറമുള്ള വസ്ത്രമായിരിക്കും, വേറെ നിറമുള്ള ആഭരണമായിരിക്കും, വേറെ രീതിയിലായിരിക്കും തലമുടി ചെയ്തിരിക്കുന്നത്, വ്യത്യസ്തമായ രൂപത്തിലാണ് നടക്കുന്നത്. അപ്പോൾ വിവേകത്താൽ ഈ ബുദ്ധിവൃത്തിയെ സ്വാധീനിക്കപ്പെടാതെ ഇരിക്കുന്നവന് ചെറിയ ഭോഗങ്ങളെ സാധിക്കുവാൻ ഉപകരിക്കുന്ന ഈ കർമ്മങ്ങൾ കൊണ്ട് എന്താണ് ഫലം? ഈ പല രൂപത്തിൽ നടക്കുന്ന സ്ത്രീയെ അന്വേഷിക്കുന്നത് പോലെയാണ് അതെന്ന്. തത് സംഘഭ്രംശിതൈശ്വര്യം അതിൻ്റെ സംഘത്താൽ ഐശ്വര്യത്തോടു കൂടിയവനും കുഭാര്യവത് സംസരന്തം കുഭാര്യവത് മോശപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായി മോശപ്പെട്ട സ്ത്രീ ഭാര്യയായിരിക്കുന്നവൻ. തദ് ഗതിരബുധസ്യേഹ അതിൻ്റെ ഗതികളെ അതിൻ്റെ സഞ്ചാരത്തെ അനുസരിക്കുന്നവനെ അബുധസ്യ അറിയാത്തവന്, അതായത് പുമാംസം പുംശലീപതി എന്നുള്ളൊരു പദ്യത്തിൽ സാരം പറയുകയാണ്. സ്വഭാവഗുണം പാതിവൃത്യ നിഷ്ഠയമൊന്നുമില്ലാത്ത ഭാര്യയെ അനുസരിച്ച് നടക്കുന്ന പുരുഷൻ, സാധാരണയുള്ള ആൾക്കാരെ പോലെയുള്ള സ്ത്രീകളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുംശലീപതി മോശ സ്ത്രീയുടെ ഭർത്താവായിരിക്കുന്ന
പാതിവൃത്യനിഷ്ഠയില്ലാത്ത ഭാര്യയെ അനുസരിച്ച് നടക്കുന്ന പുരുഷനെ പോലെ ബുദ്ധിയുടെ പ്രവൃത്തികളെ അനുസരിക്കുക നിമിത്തം അസംഗൻ എന്നിങ്ങനെയുള്ള സ്വന്തം നിലയിൽ നിന്ന് തെറ്റിയിരിക്കുന്ന ജീവൻ്റെ ശരിയായിട്ടുള്ള അപ്പോഴത്തെ അവസ്ഥയെ അറിയാത്തവന് ഈ കർമ്മങ്ങൾ കൊണ്ട് എന്താണ് ഫലം? അത് സ്വന്തം എങ്ങനെയാണ് സ്വതന്ത്രനായിട്ട് പോകാമെന്നറിയാത്തവന് ഈ കർമ്മങ്ങൾ കൊണ്ട് എന്താണ് ഫലം? സൃഷ്ട്യാപ്യയകരീം മായാം വേലാകുലാന്തവേഗിതാം മത്തസ്യ താം അവിജ്ഞസ്യ കിമസത് കർമ്മഭിർഭവേത്. സൃഷ്ടി അപി അയകരീം, സൃഷ്ടിയപ്യയകരീം, സൃഷ്ടിയെയും നാശത്തെയും വരുത്തുന്നതും സൃഷ്ടിയപ്യയകരീം മായയാണത്. ആ വേലാകുലത്തിൻ്റെ വേലാകൂലാന്ത വേഗിത സമീപത്തിൽ വേഗത്തോടു കൂടിയതുമായ താം മായാം ആ മായയെ അവിജ്ഞസ്യ അറിയാതിരിക്കുന്ന മത്തസ്യ വിചാരശൂന്യന്. ഞാൻ ബാക്കി ശ്ലോകം കൂടെ പറഞ്ഞാലേ അത് മുഴുവനാകാൻ പറ്റത്തുള്ളൂ. സൃഷ്ട്യാപ്യയകരീം മായാം വേലാകൂലാന്ത വേഗിത മത്തസ്യ താം അവിജ്ഞസ്യ കിമസത് കർമ്മഭിർഭവേത്. അത് അങ്ങനെ ഇരിക്കുന്ന മത്തസ്യ വിചാരശൂന്യന് ഈ കർമ്മം കൊണ്ട് എന്താണ് ഫലം? ഈ മായയെ അറിയാതിരിക്കുന്നവൻ, മായയാണ് ഇതെല്ലാമെന്ന് അറിയാതിരിക്കുന്നവൻ, അതായത് സകലതും മായയാണ് സത്യമല്ല എന്നറിയാതിരിക്കുന്നവന്, അതായത് സൃഷ്ടിയെയും നാശത്തെയും വരുത്തുന്നതാണ്. സൃഷ്ടിയെയും നാശത്തെയും, സൃഷ്ടി ഉണ്ടാകും അതുപോലെ തന്നെ അത് നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് വേലാകൂലത്തിൻ്റെ സമീപത്തിൽ വേഗത്തോടു കൂടിയതുമായ താം മായ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ കീഴടക്കും. ആ മായയെ അവിജ്ഞസ്യ അറിയാതിരിക്കുന്നവൻ, മായയെ എന്താണെന്ന് അറിയാതിരിക്കുന്നവന് എന്താണ് ഇതുകൊണ്ട്, വിചാരശൂന്യനായിരിക്കുന്നവന് എന്താണ് ഇതുകൊണ്ട് ഫലം? പഞ്ചവിംശതി തത്വാനാം പുരുഷോദ്ഭുത ദർപ്പണം അധ്യാത്മം അബുധസ്യേഹ കിമസത് കർമ്മഭിർഭവേത്. അതവിടെ ആ അധ്യാത്മം എന്നാക്കുക, പിന്നെ ആ മാ വെട്ടിയിട്ട് അബുധസ്യേഹ എന്നാക്കുക. അധ്യാത്മം അബുധസ്യേഹ കിമസത് കർമ്മഭിർഭവേത്. പഞ്ചവിംശതി തത്വാന, പഞ്ചവിംശതി കഴിഞ്ഞ് കോമ ഇട്ടു. അപ്പം രണ്ട് താന്ന് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ വിഷമിക്കേണ്ട. പഞ്ചവിംശതി തത്വാന പുരുഷോദ്ഭുത കോമ ദർപ്പണം അധ്യാത്മം അബുധസ്യേഹ കിം അസത് കർമ്മഭിർഭവേത്. ഈ 25 തത്വങ്ങളെ പ്രകാശിപ്പിക്കുന്നവൻ അന്തര്യാമിയായിരിക്കുന്ന പുരുഷൻ തന്നെയാണ്. ആ കാര്യകാരണത്തെ അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവിനെ തന്നെ, നമ്മളിതൊക്കെ ഉണ്ട്, നമ്മൾ ഈ 25 തത്വങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ തത്വങ്ങളെ ഒന്നും മനസ്സിലാക്കാത്ത ആത്മാവിനെ അറിയാത്ത, ആ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ അറിയാത്തവർക്ക് ഈ കർമ്മങ്ങൾ കൊണ്ട് എന്താണ് ഫലം? അത് വളരെ ഗഹനമായ ഒരു കാര്യം നാരദർ വളരെ ആ കുട്ടികളോട് വളരെ ഈസി ആയിട്ട് ചോദിക്കുന്നതാണ്. എന്തുകൊണ്ട് ഫലം എന്ന് ചോദിക്കും. പലതും ചോദിക്കുമ്പോൾ അവർ പെട്ടുപോകും. നാരദരുടെ വാക്കുകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടതാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ആയാൽ ലോകത്തിൻ്റെ സൃഷ്ടി നടക്കുകയില്ലല്ലോ. ഐശ്വര്യം ശാസ്ത്രം ഉത്സൃജ്യ ബന്ധമോക്ഷാനുദർശനം വിവിക്തപദമജ്ഞായ കിമസത് കർമ്മഭിർഭവേത്. ഐശ്വര്യം ശാസ്ത്രം ഉത്സൃജ്യ ബന്ധമോക്ഷാനുദർശനം വിവിക്തപദമജ്ഞായ കിമസത് കർമ്മഭിർഭവേത്. ഐശ്വര്യം ബന്ധമോക്ഷാനുദർശനം, ബന്ധവും മോക്ഷവും സൂക്ഷ്മമായി ദർശിക്കുന്നവന് ഈ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ തത്വത്തെ പ്രതിപാദിക്കുന്നതുമായ ശാസ്ത്രം ഉത്സൃജ്യ വേണ്ടെന്ന് വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് വിവിക്ത പദം പരിശുദ്ധ സ്ഥാനത്തെ അറിയാതെ പോകുന്നവർക്ക് ഈ കർമ്മങ്ങൾ കൊണ്ട് എന്താണ് ഫലം? കാലചക്രം ഭ്രമിസ്തീക്ഷ്ണം സർവം നിഷ്കർഷയത് ജഗത് സ്വതന്ത്രം അബുധസ്യേഹ കിമസത് കർമ്മഭിർഭവേത്. കാലചക്രം ഭ്രമിസ്തീക്ഷ്ണം,
ഈ ഭ്രമി എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിയുന്നത്, തീക്ഷ്ണ മൂർച്ചയുള്ളത്, നല്ല തീക്ഷ്ണമായ ശബ്ദം, നമ്മൾ പറയുന്നത് തീക്ഷ്ണമായ നോട്ടം എന്ന് വെച്ചാൽ മൂർച്ചയുള്ള നോട്ടം എന്നൊക്കെ പറയുന്നുണ്ട്. സർവം ജഗത്, ഈ സർവ്വലോകത്തെയും വലിച്ചുകൊണ്ട്, നിഷ്കർഷയത് വലിച്ചുകൊണ്ട് പോകുന്നതും, പിന്നെ സ്വാതന്ത്ര്യമുള്ളതുമായ ഈ കാലചക്രം. അബോധസ്യ, അറിയാത്തവന്, ഈ കാലം എന്ന് പറയുന്നത് അറിയാത്തവന്. കാലം ഇങ്ങനെ പോവുകയല്ലേ, നമ്മൾ കുറേ ഒരു 10 വർഷം മുമ്പോട്ട് പുറകോട്ട് ചിന്തിച്ചാൽ എത്ര വേഗമാണ് കാലം പോയതെന്ന് നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ് ഈ അടുത്ത ദിവസമായിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ച, പെട്ടെന്ന് ഈ ശനിയാഴ്ചയായി. എങ്ങനെയാണെന്ന് നമ്മൾ പറയുക, നമ്മൾ തന്നെ സാധാരണ സംസാരത്തിൽ വരുന്ന ഒരാഴ്ച പോയതറിഞ്ഞില്ല, അല്ലെങ്കിൽ ഒരു മാസം പോയതറിഞ്ഞില്ല, ഈ വർഷം പോയതറിഞ്ഞില്ല. 2025 കൊട്ടിഘോഷിച്ചൊക്കെ വന്നത് ഈയിടെയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ 2 മാസം കഴിയുമ്പോൾ 2026 ആ ഒരു കാലം നമ്മൾ മനസ്സിലാക്കുന്നത്, ആ കാലം നമ്മൾക്ക് വരുത്തുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. അത് ഞാനൊരു കാലത്തിനെക്കുറിച്ച് ഒന്ന് പറയുന്നത് എവിടെയെങ്കിലും പറയണമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തിരുന്നു. കാലം, അതെന്താണ് കാലൻ ഇല്ലേ, അത് തന്നെയാണ് ഈ കാലം എന്ന് പറയുന്നത്. കാലങ്ങൾ കൊണ്ട് നമ്മൾ കാലനെ, അതായത് യമൻ രാജാവിനെ നമ്മൾ പ്രാപിക്കുന്നു. അത് ഒരു അർത്ഥത്തിലെടുക്കുമ്പോൾ കാലൻ എന്നുള്ള വാക്ക് അങ്ങനെ ഉണ്ടായതാണ്. കാലങ്ങൾ കഴിയുമ്പോഴാണ് ഈ കാലൻ്റെ വരവ് വരുന്നത്. നമ്മൾ ഉണ്ടായപ്പോൾ അല്ലാതെ ഉണ്ടാകുന്നുണ്ട് അത്, പക്ഷേ അത് നമ്മൾ പറയുക അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. സാധാരണ എങ്ങനെയാണ്, കുറേ കാലങ്ങൾ കൊണ്ട് നമ്മളുടെ ഈ യന്ത്രങ്ങളൊക്കെ തേഞ്ഞ് നമ്മളാകുന്ന ശരീരമാകുന്ന യന്ത്രത്തിൻ്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ പറ്റി അത് പിന്നെ റിപ്പയർ ചെയ്യാൻ മേലാത്ത പരുവത്തിലായി കഴിയുമ്പോൾ നമ്മളെ കാലം വന്ന് കൊണ്ടുപോകും. അതെന്താ, കാലം കൊണ്ട് പഴകിയത് എന്നുള്ള അർത്ഥത്തിൽ കാലം എന്ന് പറയാം. അത് പിന്നെ കാലത്തിന് മായ്ക്കാനാവാത്ത മുറിവുകളില്ല. ആ ഒരു വാക്ക് നമ്മൾ മലയാളത്തിൽ ആ ഒരു സെൻറ്റൻസ് എപ്പോഴും കേൾക്കുന്ന അല്ലേ. കാലം കൊണ്ട് നമ്മളിപ്പം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള, വളരെ തീക്ഷ്ണമായിട്ടുള്ള ദുഃഖം അനുഭവിക്കുന്ന ഒരു അവസ്ഥ, അവരവർക്ക് ഉണ്ടായിട്ടുള്ളതൊന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ തീവ്രമായിട്ട് ദുഃഖിച്ച ഒരവസ്ഥ ഒരു കാലത്ത് നമുക്ക് ഇതിനകത്തൊന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്ക് ഈ ദുഃഖം നമ്മളെ ഒരിക്കലും വിട്ടു മാറില്ല എന്ന് കരുതിയ ഒരു ദുഃഖം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. ആ ഒരു ദുഃഖം ഇപ്പം ആലോചിച്ച് നോക്ക്, അതൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പത്തേതായിരിക്കണം, എന്നാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ദുഃഖം നമുക്കിപ്പോൾ അത് അന്നത്തെ ആ ഒരു അവസ്ഥയും ഒക്കെ നമ്മളിൽ കൂടി കടന്നു പോയതാണ്, നമ്മൾ അതിൽ കൂടി കടന്നു പോയതായതുകൊണ്ടും നന്നായിട്ടറിയാം. വേറെ ആരുടെയും വെച്ച് ഇത് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അവരവരുടെ അവരവരുടെ ദുഃഖങ്ങൾ അവർക്കറിയാം. അപ്പോൾ ആ ദുഃഖത്തെ അന്ന് നമ്മൾ തീവ്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നറിയാതെ വെമ്പി നിന്ന് ഉള്ള ഒരു അവസ്ഥയിൽ കടന്നു പോയിട്ട് ഇപ്പം നമ്മുടെ അവസ്ഥയും കൂടെ നോക്കുമ്പോൾ നമ്മൾ ഓർക്കും എത്ര ഇതായിട്ടാണ് നമ്മളത്, എങ്ങനെയാണത് എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴാണ് പോയതെന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. ആ ദുഃഖം നമ്മളെ എപ്പോഴാണ് വിട്ടുപിരിഞ്ഞൊരു നിമിഷം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പം നമ്മൾ പറയുന്നത് എന്താ, കാലം കൊണ്ട്. അത് ചിലപ്പം ഒരു വർഷമായിരിക്കാം, ചിലപ്പോൾ അതൊരു മാസമായിരിക്കാം, ചിലപ്പോൾ ഒരു ദിവസമായിരിക്കാം, അത് മാറിപ്പോകുന്നത്. ചിലപ്പോൾ 10 വർഷങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ തീവ്രത അനുസരിച്ചും ആ ആളിൻ്റെ സ്വഭാവം അനുസരിച്ചും നമുക്ക് മാറ്റങ്ങൾ വരും. സങ്കടം എന്നുള്ളത് സന്തോഷത്തിലേക്ക് നമ്മൾ എത്തിയത് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് പറയാനൊരു നിജമായൊരു സമയം കാണില്ല. അത് കാലം കൊണ്ട് മാറി എന്ന് പറയും. നമ്മൾ രോഗങ്ങൾ ഇരിക്കട്ടെ, ചെറിയ ത്വക്ക് രോഗങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് കുറച്ച് മരുന്നൊക്കെ ചെയ്തു അങ്ങനെ മാറി. അത് എങ്ങനെ മാറിയെന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അന്ന് നമ്മൾ അതിനെക്കുറിച്ച് വളരെയധികം പഠിക്കുകയും വളരെയധികം പലരോടും പറയുകയും പല പൊടിക്കൈകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് മാറാതിരുന്നപ്പോൾ ഓർത്തിട്ടുണ്ട്, ഇതെങ്ങനെ മാറും, ഇതെന്ത് ചെയ്യും, ഇത് ആരോട് ഇനി പറയും എന്നൊക്കെ ഓർത്ത ഒരു വിഷമം നമ്മളോട് ഒരാളിപ്പോൾ ചോദിക്കുക അതെങ്ങനെയാണ് പിന്നെ മാറിയെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അത് കുറേശ്ശെ അങ്ങ് പോയി എന്ന് പറയും. എൻ്റെ ഉപ്പൂറ്റി വേദന എനിക്കറിയാം. ഉപ്പൂറ്റിക്ക് വേദന ഇങ്ങനെ നടക്കാൻ വയ്യാത്ത പോലത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് എനിക്കതിനെക്കുറിച്ച് ഞാനിങ്ങനെ എവിടെ കേട്ടാലും അതെല്ലാം ചെയ്യും, എന്തൊക്കെ കേൾക്കുന്നോ അതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് കുറേശ്ശെ എപ്പോഴോ മാറി. സത്യം പറഞ്ഞാൽ എനിക്കത് ഇപ്പം കൃത്യമായിട്ട് എങ്ങനെ എന്ത് ചെയ്തപ്പോഴാണ് മാറിയെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോഴാണ് വേദന ഇല്ല എന്ന് മാത്രം അറിയാം. അത് എന്ന് കാല് നിലത്ത് കുത്തിയപ്പോഴാണോ വേദന ഇല്ലാതായെന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് പ്രത്യേകമായിട്ട് പറയുന്നതായിട്ട് ഓർക്കുന്നില്ല. ഇന്ന് എനിക്ക് വേദന ഇല്ല കേട്ടോ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് വേദന ഇല്ല കേട്ടോ എന്നും പറഞ്ഞായിട്ട് ഓർക്കുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പൂറ്റി വേദന ഇപ്പോൾ ഇല്ലല്ലോ എനിക്ക് എന്ന് ഞാൻ പറയാൻ തുടങ്ങി. അതാണ് കാലം എന്ന് പറയുന്നത്.
ദുഃഖത്തിനാണേലും സന്തോഷത്തിൻ്റെ ആണെങ്കിലും നമ്മളാദ്യം സന്തോഷം നമുക്ക് ശരിക്കും അറിയാം, അത് കുറച്ച് നേരത്തേക്ക് നമുക്ക് നിൽക്കുന്നുള്ളൂ അല്ലേ. സന്തോഷമുള്ള ഒരു അവസരത്തിൽ എല്ലാവർക്കും നമ്മളുമായിട്ട് പങ്കുവെക്കുക, സന്തോഷം നമ്മൾ പലരുമായിട്ട് പങ്കുവെക്കും. ആ പങ്കുവെക്കലൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ അതിൻ്റെ ഒരു വിമർശനങ്ങളും ഒക്കെ വീട്ടിൽ വെച്ച് നടത്തും. നമ്മളെങ്ങനെയായിരുന്നു കല്യാണത്തിൻ്റെ കാര്യങ്ങളോ അതിൻ്റെ എല്ലാം അതൊരു സന്തോഷമുള്ളൊരു അവസ്ഥയായിരുന്നു. അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ചും എല്ലാം നമ്മളൊന്ന് പ്രതിപാദിച്ച് 1, 2, 3, 4 ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളൊരു സാധാരണ രീതിയിലാകും. പിന്നെ വന്നിരുന്നില്ലേ കല്യാണത്തിനല്ലേ, സന്തോഷമുള്ള ആ സമയത്ത് നിങ്ങളുണ്ടായിരുന്നല്ലേ, അപ്പോൾ അവരപ്പം അല്ലായിരുന്നെങ്കിൽ അവർ പറയാം കൺഗ്രാജുലേഷൻ കേട്ടോ, നന്നായിരുന്നു അല്ലേ, ഏത് കാര്യം അതുകൊണ്ട് തീരും. പക്ഷേ ദുഃഖം അങ്ങനെയല്ല. ദുഃഖമായിട്ട് വിഷമമുള്ള കാര്യങ്ങൾ നമുക്ക് കുറേ നാളത്തേക്ക് നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. അത് പക്ഷേ കുറേശ്ശെ പോകുന്നു. അതാണ് കാലം എന്ന് പറയുന്നത്. ഇപ്പം അത് മനസ്സിലായല്ലോ. കാലചക്രം ഭ്രമിസ്തീക്ഷ്ണം സർവം നിഷ്കർഷയത് ജഗത് സ്വതന്ത്രം അബുധസ്യേഹ കിമസത് കർമ്മഭിർഭവേത് ശാസ്ത്രസ്യ പിതുരാദേശം യോ ന വേദനിവർത്തകം കഥം തദനുരൂപായ ഗുണവിശ്രംഭി ഉപക്രമേത് വിശ്രംഭി ഉപക്രമേത് കേട്ടോ. ശാസ്ത്രസ്യ പിതുരാദേശം യോ ന വേദനിവർത്തകം കഥം തദനുരൂപായ ഗുണവിശ്രംഭി ഉപക്രമേത് ശാസ്ത്രമാകുന്ന പിതാവിൻ്റെ ശാസ്ത്രം നിവർത്തിപ്പിക്കുന്നതായ ആ ആദേശത്തെ, ആ ഒരു ആജ്ഞയെ വേദ യാതൊരുവൻ മനസ്സിലാക്കുന്നില്ലയോ, വേദ എന്ന് പറഞ്ഞ അറിവെന്ന് അറിയുന്നില്ലയോ, ഗുണവിശ്രംഭി ഗുണത്തിൽ വിശ്വാസത്തോടു കൂടിയവൻ തദനുരൂപായ അതിനനുരൂപമായിട്ട് കഥം ഉപക്രമേത് എങ്ങനെ ആരംഭിക്കും. അതായത് ആ പിതാവിൻ്റെ ആജ്ഞയെ കർമ്മങ്ങളെല്ലാം ഉണ്ടല്ലോ, ഉപനയനം അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ നിമിത്തം രണ്ടാമതൊരു ജന്മം സിദ്ധിക്കണം, അങ്ങനെയാണല്ലോ ദ്വിജന്മാർ ബ്രാഹ്മണരുണ്ടാകുന്നത് എന്ന് വിധിക്കുന്ന ആ ശാസ്ത്രം തന്ന പിതാവ്, അതാണ് പിതാവെന്ന് പറയുന്നത്. ആ സംസാര ചക്രത്തിൽ നിന്ന് നിവർത്തിക്കാനുള്ള മാർഗത്തെയാണ് ശാസ്ത്രം ഉപദേശിക്കുന്നത്. ഈ തത്വത്തെ അറിയാതെ പിന്നെ ഈ ത്രിഗുണങ്ങളോട് കൂടിയ മറ്റുള്ള അതിലൊക്കെ ആസക്തനായിരിക്കുന്ന പുരുഷൻ സംസാരത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ ഉപകരിക്കുന്ന കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത്? അത് മനസ്സിലാക്കാതെ, ഈ തത്വത്തെ അറിയാതെ, അതായത് സർവം സത്തായിരിക്കുന്ന ആൾ എൻ്റെ അന്ധകരണത്തിൽ തന്നെ ഉണ്ട്, ആ ശ്രീഹരി എൻ്റെ അന്ധകരണത്തിൽ തന്നെ ഇരിപ്പുണ്ട് എന്നുള്ള മഹാപുരുഷനെ സേവിക്കാതെ എങ്ങനെയാണ് ഈ തത്വമൊക്കെ ചെയ്യുന്നത്, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? ഇതി വ്യവസിതാ രാജൻ ഹരിയശ്വ ഏകചേതസ പ്രയയുസ്തം പരിക്രമ്യ പന്ഥാനം അനിവർത്തകം. അതുകൊണ്ട് രാജാവേ, ഇതി വ്യവസിതാ രാജൻ ഹരിയശ്വ ഏകചേതസ പ്രയയുസ്തം പരിക്രമ്യ പന്ഥാനം അനിവർത്തകം. അല്ലേ രാജാവേ, ഒരേ മനസ്സോടുകൂടിയ ഈ ഹരീശ്വരന്മാരെ ഇപ്രകാരം നിശ്ചയിച്ചവരായിട്ട് പരിക്രമ്യ അവരെ പ്രദക്ഷിണം ചെയ്തിട്ട് അനിവർത്തകം മടങ്ങി വരാത്തതായ ആ മാർഗത്തെ പ്രയാണം ചെയ്തു. അവരെന്ത് ചെയ്തു? അവർ ഹരീശ്വരന്മാർ ഒരേ മനസ്സോടുകൂടി നാരദൻ്റെ ഉപദേശത്തിലടങ്ങി ആ സാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കിയ ശേഷം ആ ഗുരുവായ അദ്ദേഹം അത്രേ പറഞ്ഞുള്ളൂ, ഗുരുവായ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ട് പ്രദർശനം ചെയ്ത് നമസ്കാരാദികളൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത രീതിയിലുള്ള ആ സ്ഥലത്തേക്ക് അനിവർത്തനമെന്നും ഒരു പറയാവുന്നുണ്ട്. പിന്നെ പുനരാവൃത്തിക്ക് കാരണം വരാത്തതായ ആ പന്ഥാവ് എന്ന 2 രാജ്യത്തിലെ അർത്ഥം പറയുന്നുണ്ട്. അത് ഇങ്ങോട്ട് വരാത്ത രീതിയിൽ അവർ പോയി എന്ന് വെച്ചാൽ സന്യസിച്ച് പോയി, അവർക്ക് രാജ്യം വേണ്ട ഒന്നും വേണ്ട, അങ്ങ് പോയി. സ്വരബ്രഹ്മണി നിർബാധ ഹൃഷീകേശപദാംബുജേ അഖണ്ഡം ചിത്തമാവേശ്യ ലോകാനനുചരൻ മുനി. സ്വരബ്രഹ്മണി നിർബാധ ഹൃഷീകേശപദാംബുജേ അഖണ്ഡം ചിത്തമാവേശ്യ ലോകാനനുചരൻ മുനി. സ്വരബ്രഹ്മത്തിൽ നിർബാധ ഹൃഷീകേശ പദാംബുജെ പ്രസാദിച്ചിരിക്കുന്ന പ്രകാശിച്ചു നിൽക്കുന്ന ഭഗവാന്റെ ആ പാദപത്മങ്ങളിൽ അഖണ്ഡം ചിത്തം, അഖണ്ഡമായി എന്ന് വെച്ചാൽ മുറിവ് വരാതെ എന്ന് വെച്ചാൽ ഒരിക്കലും മുറിവ് വന്നിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നില്ല, എപ്പോഴും ഒരേപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ, അഖണ്ഡമായ മനസ്സിനെ എന്ന് വെച്ചാൽ ഒട്ടും ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നില്ല. നമ്മളെപ്പോലെ ഭഗവാന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നില്ല, എപ്പോഴും അതിനകത്ത് ഇങ്ങനെ ലോകാനനുചരൻ മുനി ഉറപ്പിച്ചിട്ട്
ആ മുനി ലോകങ്ങളിൽ കൂടി അനുചരിച്ചു, അതിലെ കൂടെ ചുറ്റിക്കറങ്ങി. ഹരി ഓം.